നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം മകം നക്ഷത്രത്തെക്കുറിച്ചാണ്. മകം നക്ഷത്രക്കാരുടെ 2026 വർഷം ജൂൺ 16 മുതൽ 30 വരെയുള്ള തീയതികളിൽ ഇവർക്ക് എന്തൊക്കെ സംഭവിക്കുമെന്ന് ഇന്ത്യൻ അസ്ട്രോളജി പ്രകാരമുള്ള ഫലങ്ങളാണ് പറയുന്നത്. ഇതുമൂലം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ഒന്ന് മനസ്സിലാക്കുവാനും ഏതൊക്കെ ദിവസം നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമെന്ന് മനസ്സിലാക്കാനും ഒക്കെ കഴിയുന്നതാണ്. കാരണം ഓരോ ദിവസവും എന്തൊക്കെ ഫലങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുമെന്ന് നമ്മൾ കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഫലത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഫലത്തിലേക്ക് കടക്കുകയാണ്. അതിനു മുമ്പായിട്ട് നമുക്ക് പറയാനുള്ള ഒരു കാര്യം, ഇത് മകം നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള ഒരു ഫലമാണ്. സ്ത്രീ പുരുഷ ഭേദമന്യേ ഏതൊരാൾക്കും വന്ന് ഭവിക്കാവുന്ന ഒരു ഫലമാണ്. നമ്മൾ ആദ്യമായിട്ട് പറയുന്നത് സാമ്പത്തിക സ്ഥിതിയെ കുറിച്ചാണ്. ജൂൺ മാസം 16 തീയതി മുതൽ 30 തീയതി വരെ സംഭവിക്കാൻ പോകുന്ന സാമ്പത്തിക സ്ഥിതിയിൽ മകം നക്ഷത്രക്കാർക്ക് ധനപരമായിട്ട് ഏറ്റവും കൂടുതൽ മെച്ചമുണ്ടാകുന്ന തീയതികൾ എന്ന് പറയുന്നത് 18, 25, 29 തീയതികളാണ്. പൂർവിക സ്വത്ത്, ഷെയർ മാർക്കറ്റിംഗ്, ഊഹക്കച്ചവടം, ലോട്ടറി ഇവ വഴിയൊക്കെ ഈ സമയത്ത് നിങ്ങൾക്ക് ഭാഗ്യം വന്നു ചേരുന്നതാണ്, ധനം വന്നു ചേരുന്നതാണ്. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഈ ദിവസങ്ങളിലെല്ലാം ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾ സാമ്പത്തികപരമായിട്ട് എന്ത് ഇടപാടുകൾ ചെയ്താലും അത് വിജയിക്കുന്നതാണ്. അതുകൊണ്ട് ഈ സമയം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ സാമ്പത്തികം നഷ്ടപ്പെടുന്ന ദിവസങ്ങളുമുണ്ട്. ആ ദിവസവും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ജൂൺ 23, 21 അതില് കാണുന്നത്. ജൂൺ 23 നിങ്ങൾക്ക് ചെലവ് കൂടാനുള്ള സാധ്യതയുണ്ട്. ആഡംബരം, ആഘോഷം, കുട്ടികൾക്ക് വേണ്ടി പണമൊക്കെ ചെലവാക്കുന്ന ഒരു സമയമാണ്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഈ വായ്പ എടുക്കാനും കൊടുക്കാനും ഒക്കെയുള്ള ദിവസം അത് ജൂൺ 21 ആണെങ്കിൽ അത് തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതാണ്. അത് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അത് നഷ്ടപ്പെടുകയും എടുക്കുകയാണെങ്കിൽ അത് തിരിച്ചടയ്ക്കാൻ പറ്റാതെ വലിയൊരു ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്യുന്നതാണ്. നിങ്ങളുടെ ബന്ധങ്ങളുടെ ഒരു ഫലം പറയുകയാണെങ്കിൽ കുടുംബത്തിലെ അഭിമാനം, പാരമ്പര്യം എന്നിവയ്ക്കൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ ബന്ധങ്ങളെ മുറുകി പിടിക്കുന്ന ഒരു കാര്യമാണ് കാണുന്നത്. ജൂൺ 17, 26 തീയതികളില് പിതാവും ഗുരുക്കന്മാരും ഒക്കെ ആയിട്ടുള്ള ബന്ധം ദൃഢമാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. കുട്ടികളുമൊക്കെ ആയിട്ടുള്ള ബന്ധം കൂടുതൽ സന്തോഷകരമാകുന്നതാണ്. വിവാഹാലോചനകൾക്കൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. വിവാഹാലോചനയൊക്കെ നടത്തുന്നത് വളരെ നല്ല ഒരു സമയമാണ്. പ്രത്യേകിച്ച് 17 തീയതിയും 26 തീയതിയും വിവാഹാലോചനയൊക്കെ നടത്തുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഈ ബന്ധങ്ങൾക്ക് വിള്ളൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് 22 തീയതി. ആ ദിവസം നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ജൂൺ 22 നിങ്ങൾ ചിലരുടെ മേലെ അധികാരമൊക്കെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് ഒഴിവാക്കുകയാണെങ്കിൽ ആ ബന്ധം കൂടുതൽ ദൃഢമായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. അതുപോലെ തന്നെ ഈഗോ ഒക്കെ നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. നിങ്ങളുടെ ആരോഗ്യപരമായിട്ടുള്ള ഒരു കാര്യം നോക്കുകയാണെങ്കിൽ കണ്ണുവേദന, തലവേദനയൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ചെറിയ ചെറിയ സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. 19, 28 തീയതികൾ നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അമിതമായിട്ടുള്ള ആത്മവിശ്വാസം മൂലം നിങ്ങൾക്ക് അപകടമൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ദേഷ്യമൊക്കെ നിയന്ത്രിക്കേണ്ട ഒരു സമയമാണ്. ഈ ദിവസങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. 19, 28 തീയതികളാണ് പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. തലവേദന, കണ്ണുവേദനയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയും ചെയ്യുക. അതിന് ഒരു വൈദ്യ പരിശോധന നടത്തുന്നതിൽ തെറ്റില്ല. നിങ്ങളുടെ കർമ്മരംഗം ഏതായാലും അതിലേക്ക് വരുമ്പോൾ, അതായത് ജോലിയാവട്ടെ, നിങ്ങളുടെ വിദ്യാഭ്യാസമാകട്ടെ, ഏതുമാവട്ടെ, ജൂൺ 16, 24 കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് അംഗീകാരം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ അവാർഡുകളൊക്കെ ലഭിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. പല ബഹുമതികളും നിങ്ങളെ തേടിയെത്തുന്നുണ്ട്. കലാകായിക രംഗത്തുള്ളവർക്ക് പ്രത്യേകിച്ച് ബഹുമതികളൊക്കെ വന്നു ചേരുന്നതാണ്. രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും നല്ലൊരു സമയമാണ്. അതുപോലെ തന്നെ സ്വയം തൊഴിൽ ചെയ്യുന്നവര്, പാരമ്പര്യമായിട്ടുള്ള തൊഴിൽ ചെയ്യുന്നവർ എന്നിവർക്കൊക്കെ ഗുണം ഉണ്ടാവുന്നതാണ്. കൃഷിക്കാർക്കൊക്കെ വളരെ നേട്ടമുണ്ടാകുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ സർക്കാർ ജോലിയൊക്കെ ലഭിക്കാൻ പറ്റിയൊരു സമയമാണ്. അതൊക്കെ ഒന്ന് നിങ്ങൾ പരിശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ സമയത്ത് നിങ്ങളുടെ കർമ്മത്തിൽ നിങ്ങൾ കൂടുതൽ മുന്നേറ്റം കാണുമ്പോൾ നിങ്ങൾ അഹങ്കരിക്കാനുള്ള സാധ്യതയുണ്ട്. അതൊന്ന് ഒഴിവാക്കുന്നത് വളരെ നല്ലതായിരിക്കും. നിങ്ങൾ പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടത് ജൂൺ 16, 30 തീയതികളിൽ നിങ്ങൾക്ക് അഹങ്കാരമൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. മറ്റുള്ളവരെ കുറച്ച് കാണുന്ന ഒരു സ്വഭാവമൊക്കെ നിങ്ങൾക്ക് വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതൊക്കെ ഒന്ന് ഒഴിവാക്കുക. അതുപോലെ തന്നെ നിങ്ങളെ പ്രശംസിച്ച് എല്ലാവരും സംസാരിക്കണമെന്നൊക്കെയുള്ള ഒരു മോഹമൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഉദിക്കുന്നതാണ്. അതൊക്കെ ഒന്ന് ഒഴിവാക്കുക. ഈ സമയങ്ങളിൽ ഇതൊക്കെ തോന്നുന്നതാണ്. കാരണം നിങ്ങൾ തൊഴിൽപരമായിട്ടും ധനപരമായിട്ടും മുന്നേറ്റം നടത്തുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ സ്വയം ഒരു അഹങ്കാരമൊക്കെ തോന്നാനുള്ള ഒരു സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ചെറിയ ചെറിയ ദോഷങ്ങളൊക്കെ മാറുന്നതിന് ഞായറാഴ്ച ദിവസം സൂര്യ ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ്. ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുന്നതും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ അമാവാസിയോട് അടുത്ത ദിവസങ്ങളിൽ
ബലിയിടുന്നത് വളരെ നല്ലതായിരിക്കും. പിതൃക്കളുടെ അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടി ഇത് ചെയ്യുന്നത് വളരെ നല്ലതാണ്. കൂടാതെ ചുവന്ന നിറം നിങ്ങൾ കയ്യിൽ കരുതുകയോ ചുവന്ന വസ്ത്രം അണിയുകയോ ചെയ്യുന്നത് വളരെ നല്ലതാണ്. പൊതുവായിട്ട് ഒരു പോസിറ്റീവ് എനർജി നിങ്ങളെ തേടിയെത്തുന്നതാണ്. ഇത് മകം നക്ഷത്രക്കാരുടെ ഒരു പൊതുവായിട്ടുള്ള ഫലമാണ്. ഇത് നിങ്ങളുടെ ജന്മസമയം അനുസരിച്ച് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാലും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇത് നിങ്ങൾക്ക് വന്ന് ഭവിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.